കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ കൃപയും സമാധാനവും ഞാൻ ആശംസിക്കുന്നു. നമ്മൾ പോയ വ്യാഴാഴ്ചയിടന്ന് തീത്തു 3:4 കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. ഞാനത് മറന്നു പോയിരിക്കുമെന്ന് അറിയില്ല. ഞാനൊന്ന് ചെറുതായിട്ട് നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ആ വചനം എന്തെന്നാ, തീത്തു 3:4 എന്ന് പറഞ്ഞത്, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യം വെളിപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് രക്ഷ നൽകി എന്നാണ് അവിടെ വചനം. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞത് അത് നമ്മളുടെ ബലമോ നമ്മളുടെ പ്രാർത്ഥനയോ അതോ അങ്ങനെയൊന്നും അല്ല. രക്ഷ ദൈവം നമ്മൾക്ക് സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആരാധിക്കുന്ന യേശു, ഞാൻ അന്ന് പോയ തേഴ്സ്ഡേ പോയ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഗോഡ് ആരാണെന്ന്. നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് ആ ദൈവത്തിന്റെ നാമം, ദൈവം പരിശുദ്ധനായിരിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാം പരമ അധികാരിയായിരിക്കുന്നു. അവൻ സൃഷ്ടിച്ച സകലത്തിന് മേലും സുപ്രീയമായിട്ടുള്ള ഒരു അതോറിറ്റി, സുപ്രീം കൺട്രോൾ യേശുവിനുണ്ട്. സുപ്രീയമായിട്ടുള്ള ഒരു അതോറിറ്റി യേശുവിനുണ്ട്. അപ്പൊ അവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവ് ഫസ്റ്റിൽ അവന്റെ പവർ, അവന്റെ ശക്തി, അവന്റെ ആധിപത്യം, അവന്റെ അധികാരം എന്തെന്ന് നമ്മൾക്ക് മനസ്സിലായാൽ മാത്രമേ ദൈവരാജ്യത്തിനെ കുറിച്ചും ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ദൈവമായ കർത്താവ് മാറ്റമില്ലാത്തവനായിരിക്കുന്നു, ഇമ്മ്യൂട്ടബിലിറ്റി ആയിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ്, അവന് ഒരിക്കലും മാറ്റമില്ല. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. പിന്നെ അവൻ സ്പിരിറ്റ് ഓഫ് ഗോഡായിരിക്കുന്നു. അവൻ കാണപ്പെടാത്ത അദർശ്യനായ ദൈവമായിരിക്കണം നമ്മുടെ ദൈവമായ കർത്താവ്. അവൻ സർവവ്യാപിയായിരിക്കുന്നു. സർവവ്യാപിയായിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവ്. സർവജ്ഞാനനായിരിക്കുന്നു, സർവജ്ഞാനി. അവന് എല്ലാ ജ്ഞാനവും നോളജും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതാണ്. അവൻ ഗോഡ് സർവവ്യാപിയായിരിക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഗോഡ് ഈസ് പ്രസന്റ് എവരിവെയർ. ഒരേ ടൈമിൽ അവൻ എല്ലായിടത്തും വ്യാപിതനായിരിക്കുന്നു, വ്യാപിച്ചു നിൽക്കുവാണ് ദൈവമായ കർത്താവ്. പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് അഗ്നിയായിരിക്കുവാണ്. അപ്പൊ ഈ ഹീബ്രു 12:29 തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്നു നമ്മുടെ ദൈവം. അപ്പൊ നമ്മുടെ ദൈവം ആദ്യം ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവൻ ആരാണെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുകയും നമ്മൾ ഭയപ്പെടുകയും അവനെ ആരാധിക്കുകയും അവനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാനും നമുക്ക് കഴിയും. പിന്നെ ഗോഡ് ഈസ് ഗുഡായിരിക്കുന്നു. അവൻ ഗുഡ് ഷെപ്പേർഡായിരിക്കുന്നു, നല്ല ഇടയനായിരിക്കും. നമ്മുടെ നല്ല ഇടയനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. നല്ല ഇടയനായിരിക്കും. നമ്മൾ ആടുകളാണ്, അവൻ നമ്മളെ മേയ്ക്കുന്ന നല്ല ഇടയനാണ് നമ്മുടെ യേശു. അത് പോയിട്ടാണെങ്കിൽ നമ്മുടെ ഗോഡ് ഈസ് മൈ ഫാദർ ആയിരിക്കും. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നമ്മുടെ അപ്പനായിരിക്കുന്നു, നമ്മുടെ പിതാവായിരിക്കും. ലോകത്തിന്റെ അപ്പൻ നമ്മുടെ ഈ ലോകത്തിന്റെ മനുഷ്യൻ. പക്ഷെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാവായിരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിൽ അവനോട് ചോദിക്കാം. നമ്മുടെ എന്ത് കഷ്ടതയോ എന്ത് ബുദ്ധിമുട്ടോ എന്ത് ദുരിതങ്ങളോ എന്തുണ്ടെങ്കിലും ഈ ലോകത്തിന്റെ അപ്പൻ്റെ അടുത്തോ ലോകത്തിന്റെ ആൾക്കാരുടെ അടുത്തോ നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പനായ കർത്താവിൻ്റെ അടുത്ത് നമുക്കത് ചോദിക്കാം. അവൻ നമ്മുടെ ഫാദറായിരിക്കുന്നു. പിന്നെ അത് പോയിട്ടാണെങ്കിൽ അവൻ സർവശക്തനാണ്. സർവശക്തനായിരിക്കുന്നവൻ. സർവശക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ ശക്തി ഉണ്ട്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നമ്മുടെ കണ്ണുനീരും പ്രോബ്ലംസും വിഷമങ്ങളും അവന് അറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പല പ്രശ്നങ്ങളും. ഒന്നിൽ അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നതായിരിക്കും, ഒന്നിൽ നമ്മളെടുത്ത് എന്തെങ്കിലും മാറ്റാനുള്ളത് മാറ്റാൻ വേണ്ടിയായിരിക്കും നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഡിലേ ആകുന്നത്. പ്രാർത്ഥനയ്ക്ക് നമ്മൾക്ക് പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾ നടക്കാതെ പോകാനുള്ള കാരണം ഒന്നിൽ നമ്മളെ അവൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ കടന്നു പോകേണ്ട ഒരു പരീക്ഷണം, ഇല്ലെങ്കിൽ
നമ്മൾ മാറ്റേണ്ടതായി എന്തെങ്കിലും അതിൻ്റെ അകത്തുണ്ട്. അപ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത്, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്കെല്ലാം വെളിപ്പെടുത്തുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, മൂവിങ് ഗോഡാണ് നമ്മുടെ ദൈവം. അപ്പൊ ദൈവത്തിന്റെ ഈ 10 അംശങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇനി രക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം. രക്ഷ എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. രക്ഷ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രവൃത്തിയും അവനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകവുമാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ രക്ഷയുടെ ദാനം നമുക്ക് പുതിയ തുടക്കവും, നമ്മൾ അവന്റെ രക്ഷിച്ചാൽ, അവൻ നമ്മളെ രക്ഷിച്ചാൽ, അവൻ രക്ഷിച്ചാൽ നമ്മൾക്ക് അവൻ ആരോഗ്യപരവും സാമൂഹ്യപരവും മനുഷ്യത്വപരമായി ജീവിക്കുവാനുള്ള ശക്തി ദൈവമായ കർത്താവ് നമ്മൾക്ക് തരുന്നുണ്ട്. നമ്മൾ ബൈബിളിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം തന്നെ, ബേസ്മെന്റ് ആയിട്ടുള്ള, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ജീസസിന്റെ ഗുണങ്ങൾ, ഒത്തിരി ഗുണങ്ങൾ ഉണ്ട്. അപ്പം ആ ഗുണങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മൾക്ക് എല്ലാ ദാനങ്ങളും നമ്മൾക്ക് നൽകുന്നത്. ആ ഗുണങ്ങൾ വെച്ചിട്ടാണ്. ദൈവത്തിനെ ഒരു വ്യക്തി പരിപൂർണമായിട്ട് സ്നേഹിക്കുമ്പോൾ, അവൻ വേണമെന്ന് തോന്നുമ്പോൾ, നമ്മൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവം പറയുന്നു, ദാവീദ് എൻ്റെ ഹൃദയത്തിന് ഏറ്റവനായിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിന് ഏറ്റവനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദാവീദിന് രാജഭാരം ഒറ്റയടിക്കൊന്നും കൊടുത്തില്ല. ദാവീദിനെ അവന്റെ മാതാപിതാക്കൾ കൂടെ അവോയ്ഡ് ചെയ്തായിരുന്നു. ദാവീദിന്റെ സഹോദരങ്ങളൊക്കെ നല്ല നിലയിലിരുന്നപ്പോൾ ദാവീദ് ഒരു ആട്ടിടയനായി കാടുകളിലും മരുഭൂമിയിലും ഒക്കെ നടന്ന വ്യക്തിയാണ്. അപ്പം ദൈവം രാജാവ് ആക്കാൻ വേണ്ടിയിട്ട് ദാവീദിനെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഗൊലിയാത്തിനെ കൊന്നിട്ട് വന്നു. അവൻ സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നും പറഞ്ഞിട്ടൊക്കെ വചനം പറയുന്നുണ്ടെങ്കിൽ അപ്പം സാവൂളിന് ഒരു അസൂയ അവിടെ വാദിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. നമ്മുടെ സബ്ജക്റ്റ് രക്ഷയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ ഓരോ പ്രവർത്തികളെയാണ്, പ്രവർത്തിയുടെ ഓരോ അടയാളങ്ങളാണ്. നമ്മളെ ദൈവം നമ്മളെ കഷ്ടപ്പാടുകളോ പ്രോബ്ലത്തിലോ പ്രതിസന്ധിയിലോ കൂടെ പോകാൻ വേണ്ടിയിട്ട് ദൈവം സ്നേഹിക്കുന്നവർക്ക് തൻ്റെ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ നല്ല മക്കളായിട്ട് നമ്മൾ വളരുവാൻ വേണ്ടി ശിക്ഷകൾ നമ്മൾ തരും. അത് നമ്മൾ ഏറ്റുകൊള്ളണം. നമ്മൾ അതിന് കുറ്റം പറയുകയോ പൊറുപിറുക്കുകയോ പറയുകയോ ചെയ്യാതെ അവൻ തരുന്ന ശിക്ഷകളെ സ്നേഹപൂർവ്വം ഏറ്റുകൊണ്ട് അവനെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചോളണം. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ, ഇപ്പൊ ദൈവം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ദൈവത്തിന്റെ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ, അവൻ സ്നേഹവാനായിരിക്കുന്നു, ലവ്, ഹോളി ആയിരിക്കുന്നു, പരിശുദ്ധവാനായിരിക്കുന്നു. ഇത് പോയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അവൻ മേഴ്സി ആയിരിക്കുന്നു, അവൻ കമ്പാഷൻ ആയിരിക്കുന്നു, കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ. അവൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നു, ഭയങ്കര വിശ്വസ്തനാണ് അവന്. പിന്നെ അവൻ കരുണയായിരിക്കുന്നു, അവൻ നീതിമാനായിരിക്കുന്നു. അത് പോയിട്ട് ദൈവം കൃപ നിറഞ്ഞവനായിരിക്കുന്നു, ദൈവം ദീർഘക്ഷമയുള്ളവനായിരിക്കുന്നു. പിന്നെ ദൈവം നമ്മുടെ രക്ഷകനുമായിരിക്കുന്നു. അപ്പം ദൈവം ആരാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി. അപ്പം എക്സോഡസ് 34-ാം അധ്യായത്തിൽ 6-ാം വചനം തന്നെ നമ്മൾ പുറപ്പാടിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ വിഷയം ഞാൻ പോയ ക്ലാസ്സിൽ ഞാൻ പറയുകയായിരുന്നു. അപ്പം ഇപ്പോഴും നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. രക്ഷ എങ്ങനെ വരുന്നത്? അതിനുള്ള പ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തികൾ വഴിയോ ഒന്നുമല്ല രക്ഷ വരുന്നത്. നമ്മുടെ പ്രാർത്ഥന വഴിയല്ല വരുന്നത് രക്ഷ. ഒരു മനുഷ്യന്റെ നീതി വഴിയല്ല വരുന്നത്. ദൈവത്തിന്റെ നീതി വേറെ ഒന്നും, മനുഷ്യന്റെ നീതി വേറെ ഒന്നാണ്. മനുഷ്യന്റെ നീതി, ദൈവവചനം പറയുന്നു, എൻ്റെ നീതി ഒരു പഴന്തുണി പോലെയാണ്. മനുഷ്യന്റെ നീതി ദൈവത്തിന്റെ മുൻപിൽ ഒരു പഴന്തുണി പോലെയാണ്. അപ്പം നമ്മുടെ നീതിയാലല്ല നമുക്ക് രക്ഷ വരുന്നത്. നമ്മൾ ജ്ഞാനസ്ഥാനം എടുക്കുമ്പോൾ അതുവഴിയുമല്ല നമ്മൾക്ക് നീതി വരുന്നത്. നീതി വരുന്നത് നമ്മുടെ ജ്ഞാനസ്ഥാനം വഴിയുമല്ല നമ്മൾക്ക് രക്ഷ വരുന്നത്. പിന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ
നമ്മൾ സത്കാര്യങ്ങൾ ചെയ്യുന്നതോ അതൊന്നുമല്ല രക്ഷ. അപ്പൊ രക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വചനത്തിൽ കൂടെ തീത്തു 3:4 വായിക്കുമ്പോൾ യേശു അവിടെ തന്നെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം നമ്മളെ പണം കൊടുത്തോ, നമ്മൾ പണം കൊടുക്കുന്നത് കൊണ്ടോ, നമ്മൾ നന്മ കാര്യം ചെയ്യുന്നത് കൊണ്ടൊന്നും നമ്മൾക്ക് രക്ഷ വരത്തില്ല. ഇതെല്ലാം നമ്മൾക്ക് ദൈവത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. ഇത് ദൈവത്തിന്റെ ഗുണങ്ങളാണ്. അപ്പൊ ദൈവത്തിലേക്ക് പോവാനുള്ള വഴിയാണ്. ഇതുകൊണ്ട് ഒന്നുമല്ല രക്ഷ വരുന്നത്. ഞാനത് പറയാം അതെങ്ങനെയാണെന്ന്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ ഉപവാസം കൊണ്ടോ അങ്ങനെയൊന്നുമല്ല നമ്മൾക്ക് രക്ഷ വരുന്നത്. നമ്മുടെ നീതി പ്രവർത്തികളോ ഒന്നുമല്ല നമ്മൾക്ക് രക്ഷ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു മനുഷ്യന്റെ പ്രവർത്തിപരമായിട്ടല്ല നമ്മൾക്ക് രക്ഷ വരുന്നത് ദൈവത്തിന്റെ കരുണയാണ്. അവന്റെ സ്നേഹവും കരുണയും കൊണ്ടാണ് നമ്മൾക്ക് രക്ഷ വരുന്നത്. ഇതിന് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ, ആരും വിശുദ്ധരായിട്ട് ഇരുന്നിട്ടല്ല നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്. യേശുവിൻ്റെ അടുത്ത് കടന്നു വരും മുമ്പ് നമ്മൾ പാവികളും ദ്രോഹികളും ദൈവത്തെ എതിർക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ആയിരുന്നു. അതായത് ലോകത്തിൻ്റെതായ ആസക്തികളിൽ, ലോകത്തിൻ്റെതായ ജഡിക സ്വഭാവങ്ങളിൽ നമ്മളൊക്കെ ജീവിച്ചവരാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവം രക്ഷകനായി വന്ന് രക്ഷ നമ്മൾക്ക് നൽകിയത്. അങ്ങനെ ഇരുന്നപ്പോഴാണ്, അല്ലാതെ നമ്മൾ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് വന്നതിന് ശേഷമല്ല നമ്മൾക്ക് രക്ഷ നൽകിയത്. ഇത് പോയിന്റായിട്ട് ശ്രദ്ധിച്ചോളണം. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, നമ്മൾക്ക് രക്ഷ കിട്ടിയത് യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകി. ഈ രക്ഷ വഴിയാണ് നമ്മൾക്ക് പാപമോചനം കിട്ടിയത്. ഈ ദൈവം രക്ഷിച്ചത് കൊണ്ടിട്ടാണ് ദൈവത്തിന്റെ പാപമോചനം നമ്മൾക്ക് കിട്ടാനുള്ള കാരണം. യേശുവിൻ്റെ രക്ഷ ഇതുവരെ നമ്മുടെ സ്വഭാവത്തില് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ മാറേണ്ടതായ പല ഗുണങ്ങളും അവിടെയുണ്ട്. അപ്പൊ ആ ഗുണങ്ങള് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരും ചർച്ചയിൽ പോയി ജ്ഞാനസ്ഥാനം എടുത്തോടെ ഞാൻ രക്ഷ വന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ രക്ഷിക്കപ്പെടുമ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് മാറ്റേണ്ടതായിട്ട് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു വന്നാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരണം ഒരു മനുഷ്യന് വളരെ ആവശ്യമാണ്. ആ ശുദ്ധീകരണം എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് ഞാൻ ഫണ്ടമെന്റലായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ബേസിക്കിൽ പോയാൽ തന്നെയാണ് യേശുവിനെ നിത്യരാജ്യം, സ്വർഗരാജ്യം, എന്ത് പർപ്പസിലാണ് ഗോഡ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തിനാണ് അവൻ നമ്മളെ ഈ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത്, എന്തിനാണ്, എവിടെ നിന്നാണ് അവൻ അയച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റില് നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ പല കൾച്ചറിൽ നിന്ന് വന്നത്, പല ജാതി മതങ്ങളിലും വന്നവരാണ് ഇപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്ന പല വ്യക്തികളും. അപ്പോൾ യേശു ആരാണെന്ന് ആദ്യം മനസ്സിലാക്കി, ദൈവത്തിന്റെ ഭയാനകവും ഭയങ്കരവുമായ ശക്തി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി, അവന്റെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ അവന്റെ സ്വഭാവ ഗുണങ്ങൾ, അപ്പൊ രക്ഷയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നുമല്ല. ഒരിക്കൽ എന്നോട് കർത്താവ് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, അതായത് ഞാൻ യേശുവിലേക്ക് വന്നതിന് ശേഷം തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ മകളെ, നീ എങ്ങനെയാണ് ഞാൻ നിന്നെ ഓടയിലെന്നാണ് നിന്നെ ഞാൻ കഴുകിയെടുത്ത് ശുദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ഇതിനുശേഷം എനിക്ക് കർത്താവിനെ ഒത്തിരി ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാൻ ഇത്രത്തോളം ദൈവത്തിനെ ഇത്രത്തോളം സ്നേഹിക്കുവാനും അവൻ എന്നെ സ്നേഹിക്കുവാനും ഞങ്ങൾ ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് അവനെ കുറ്റപ്പെടുത്താതെ അവൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഇടപെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രതിഫലം ഇച്ഛിക്കാതെ നന്മ ചെയ്യുന്നതിന് ഒരു വിഷയമുണ്ട്. കാരണം ഞാൻ പാവിയായിരുന്നപ്പോൾ, ഞാൻ ഓടയിൽ എന്ന് പറയുമ്പോൾ ഓടയിൽ എന്തൊക്കെ ഇരിക്കും? പലതരം അഴുക്കുകൾ അതിന് ഇരിക്കുമല്ലോ. അപ്പൊ പലതരം എൻ്റെ പൂർവികരക്കം ഏതൊക്കെ ജാതി, ആരെയൊക്കെ വർഷിപ്പ് ചെയ്തു എന്തൊക്കെയാണെന്ന് അറിയില്ല. എൻ്റെ മാതാപിതാക്കളെ റോമൻ കത്തോലിക്കരായിരുന്നവരാണ്. അപ്പൊ ഞാനും അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ കർത്താവ് പറഞ്ഞു, നിന്നെ മകളെ ഞാൻ വളരെ സ്നേഹത്തോടെയാണ്, ദൈവത്തിന്റെ ഇടപെടലൊക്കെ വളരെ സ്നേഹത്തോടെയാണ് നിന്നെ ഞാൻ ഓടയിൽ നിന്നാണ് കഴുകി വിശുദ്ധീകരിച്ചത്.
നീ അത് ഓർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുമുതൽ ഞാൻ കർത്താവിനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചായിരുന്നു. കാരണം നമ്മളെ വിശുദ്ധിയോ നമ്മുടെ നീതിയോ നമ്മുടെ പ്രവൃത്തിയോ ഒന്നുമല്ല ദൈവസ്നേഹം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്തുമാത്രം അവൻ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് യേശുവിനെ അറിയാൻ പറ്റിയത്. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ യേശുവിനെ അറിയാൻ പറ്റില്ല. ലോകത്തിൽ എത്രയോ ജനങ്ങൾ കിടക്കുന്നു, അതിലൊക്കെ വിഭിന്നരായി വ്യത്യസ്തരായി ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നെങ്കിൽ, അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ഈ ലോകത്തിന്റെ സർവത്തിന്റെ ഈ ലോകത്തിനെ മുഴുവനും സൃഷ്ടിച്ചവനും ഈ ലോകത്തിന്റെ പരമാധികാരിയുമായ ദൈവമാണ് നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ പിതാവ്, നമ്മുടെ പിന്നെ സർവത്തിന്റെയും ദൈവമായി നല്ല ഇടയനായി അവൻ ഇരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മനുഷ്യരെ കണ്ട് നമ്മൾ എന്തിനാ ഭയപ്പെടണം? ഈ ലോകത്തിന്റെ മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാ കുറ്റം വിധിക്കണം? കാരണം അവർ ലോകത്തിൻ്റെതായ പ്രതികൂലത്തിൽ ലോകത്തിന്റെ ആ ചേറ്റിലേക്ക് ഇരിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് ഇരിക്കുന്നത്. ദൈവത്തിലേക്ക് വന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവവചനങ്ങൾ വായിച്ചു അതുവഴി നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വഴിയെ വന്നാൽ മാത്രമേ നമ്മൾക്ക് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റുള്ളൂ. എല്ലാവരും പറയുന്നു ജ്ഞാനസ്ഥാനം എടുത്ത ഉടനെ ഞാൻ ദൈവത്തിന്റെ ആളാ എന്നൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നിറയെ പ്രോസസ്സിംഗ് ഉണ്ട്. ഈ പ്രോസസ്സിങ്ങിലൂടെയൊക്കെ കടന്നു പോകണം. വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകണം. കടന്നുപോയ ദൈവരാജ്യം, ദൈവത്തിന്റെ രാജ്യം, ഞാൻ പറഞ്ഞ നീതിയും സത്യവുമാണ്. അല്ല ഭക്ഷണവും പാനീയവും ഒന്നും അല്ല ദൈവത്തിന്റെ ഈ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുകയും യേശുവിന്റെ രാജ്യത്തിന്റെ സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അവന്റെ സ്വന്തമായി മാറുന്നത്. ഇപ്പൊ നമ്മുടെ ലോകത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത്, പണം, സ്ഥാനമാനങ്ങൾ, പണത്തിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കടിപിടികളൊക്കെ ഈ ലോകം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവികം അങ്ങനെയില്ല. ദൈവികം സ്നേഹം, ഒരുപാട് സഹനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. കഷ്ടതയിൽ കൂടെ കടന്നു പോകണം. ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികൾക്കും തന്നെ സാമ്പത്തികമായിട്ട് എന്തുമാത്രം അവർ തകർന്നിരിക്കുന്നതെന്നറിയാമോ? രോഗത്തിലിരിക്കുന്നു, പ്രതികൂലത്തിലിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ യേശു അത് കാണുന്നില്ലേ? തീർച്ചയായിട്ടും അവൻ കാണുന്നുണ്ട്. ചില വിഷയങ്ങൾ അതിൽ കൂടെ കടന്നു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടിട്ടാണ് ചില ടൈമിന് ദൈവം മിണ്ടാതിരിക്കും. ഞാൻ അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് പ്രതിസന്ധികൾ വന്ന ടൈമിന്, ഇപ്പൊ ഇടയിൽ തന്നെ വന്ന പ്രതിസന്ധിയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ഞാനൊരു സ്വപ്നം കണ്ടത് യേശു ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാനിങ്ങനെ തട്ടി വിളിക്കുവാണ്. യേശുവിന്റെ ശരീരത്തിൽ തട്ടി വിളിക്കുവാണ്. അവൻ ഉറങ്ങി താഴെ വീഴുവാണ്. ഞാൻ യേശുവിനെ എടുത്ത് മോളി വെക്കുവാണ്. അവൻ ഇരുന്ന ഒരു ടേബിൾ മാതിരി ഇരിക്കുന്ന എൻ്റെ അടുത്ത് വെക്കുവാണ്. അപ്പോഴേ എനിക്ക് വെച്ചപ്പോൾ യേശുവിൻ്റെ ആ സ്പർശനം ഈ ഒരു മനുഷ്യന്റെ സ്പർശനം പോലെയല്ല. എന്തുമാത്രം ആ സ്നേഹം! അപ്പൊ ഞാൻ അതിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അവന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാന് നമ്മുടെ സങ്കീർത്തനത്തില് ദൈവം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഉണരണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാനിത് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് ദൈവം വിളിച്ചത് കൊണ്ട്, നമ്മളെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് ചില പ്രാർത്ഥനകൾക്ക് കുറച്ച് ഡിലേകൾ വരും. ചില പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. എത്ര ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേ വരത്തില്ല. ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ആ ടൈമിലായിരിക്കും ഉത്തരം വരുന്നത്. അത് കർത്താവിന് മാത്രമേ അറിയൂ. എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമ്മൾ ആളല്ല. എല്ലാം കുശവനാണ് അവൻ. നമ്മൾ വെറും കളിമണ്ണാണ്. അവൻ്റെ കയ്യിലെ വെറും പാത്രങ്ങൾ മാത്രമാണ്. അവൻ്റെ ഇഷ്ടമുള്ള പാത്രം, അവൻ്റെ കയ്യിൽ നമ്മൾ കളിമണ്ണാണ്. അവന് ഇഷ്ടമുള്ള രീതിയിൽ അവൻ മെനഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ വെച്ചേക്കണം. അപ്പൊ ദൈവത്തിന്റെ ജീവിതവുമായി നാം പങ്കുചേരാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ജീവിതവുമായി അവന്റെ കൂടെ ചേരണം. അവന്റെ കൂടെ ഒന്ന് ഇഴുകി ചേരണം. അവന്റെ കൂടെ പോണം അങ്ങ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദാവീദിനെ പറയുവാണ്, എൻ്റെ ഹൃദയത്തിന് ഏറ്റവനാണ് അവൻ. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് വിചാരിക്കുന്നു അതുവഴിയാണ് ദാവീദ് നടന്നുകൊണ്ടിരുന്നത്. ദാവീദ് പല പാവങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദാവീദ് എപ്പോഴും ആരാധിക്കുകയും, ഒരു പ്രശ്നം വന്നാൽ ദാവീദ്, ഒരു സങ്കടം വന്നാൽ അവന് ഒത്തിരി പ്രശ്നങ്ങൾക്ക് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദിനവൃത്താന്ത ബുക്ക് എടുത്ത് വെച്ച് വായിച്ചാൽ അതിൽ കാണാം.
പക്ഷെ അപ്പോഴൊക്കെ ദാവീദ് ദൈവത്തിനോട് ചോദിക്കാതെ ദാവീദ് ഒരു കാര്യവും ചെയ്യത്തില്ല. എല്ലാ കാര്യങ്ങളും ദാവീദ് ദൈവത്തിനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടായിരിക്കും ദാവീദ് എൻ്റെ ഹൃദയത്തിന് ഏറ്റവനെന്ന് പറയുന്നത്. റോമർ 8:15 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പറയുവാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മാവ് മുഖേനയാണ് നമ്മൾ ദൈവിക കാര്യങ്ങളെ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നമ്മൾക്ക് ദുഃഖമുണ്ടാവും, നമ്മൾക്ക് മുന്നോട്ട് പോവാൻ പറ്റത്തില്ല, നമ്മൾ തകർന്നു പോകും. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. നാം അബാ പിതാവേ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളായത് കൊണ്ടിട്ടാണ്. ദൈവത്തിന്റെ മക്കളായത് കൊണ്ടിട്ടാണ് നമ്മൾ അവനെ അബാ പിതാവേ എന്ന് വിളിക്കുന്ന റോമറിൽ എഴുതിയിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മളോട് ചേരുമ്പോൾ ഈ ആത്മാവാണ് എല്ലാ കാര്യത്തിനെ കുറിച്ച് സാക്ഷ്യപ്പെടും. നിങ്ങൾക്ക് അന്യഭാഷ പറയാൻ ഹോളി സ്പിരിറ്റിന്റെ പവർ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന ടൈമിന് നിങ്ങൾക്ക് എന്നിൽ നിന്നും ഉള്ള പകർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. കാരണം പകർന്നു തരുന്നവനാണ്. കൊറിന്ത്യൻ സഭയിൽ ഒന്ന് കൊറിന്ത്യൻസ് എടുത്ത് വെച്ച് പഠിച്ച മനസ്സിലാവും. കൊറിന്ത്യൻ സഭയില് എല്ലാവരും പ്രാരംഭത്തിലുള്ളവരാണ്. അപ്പം കൊറിന്ത്യൻ സഭയിലുള്ളവരെടുത്ത് പൗലോസ് ചോദിക്കുവാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയോ? കാരണം അവർ ജ്ഞാനസ്ഥാനം എടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് കിട്ടിയോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ അവർ പറയുന്നു, പരിശുദ്ധാത്മാവ് എന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴ് നമ്മളെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ജ്ഞാനസ്ഥാനമാണ് എടുത്തത്? അപ്പം പറയാണ്, യോഹന്നാന്റെ ജ്ഞാനസ്ഥാനമാണ് എടുത്തത്. അപ്പം പറഞ്ഞില്ല, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്ഥാനം നിങ്ങൾ എടുക്കണം. കാരണം യോഹന്നാൻ ജലത്താൽ ജ്ഞാനസ്ഥാനപ്പെടുത്തി, യേശുവോ പരിശുദ്ധാത്മാവിനാലാണ് സ്നാനപ്പെടുത്തുന്നത്. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ പാവങ്ങളെല്ലാം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ് നമ്മളെ പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് ഇപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മൾ എസെക്കിയേൽ 47 അധ്യായത്തിൽ പറയാണ്, ദൈവത്തിന്റെ ആലയത്തിൽ ദൈവദൂതൻ വന്ന അളക്കുകയാണ്. 1000 മുഴം അളന്നപ്പൻ അളവ് വീണ്ടും 1000 മുഴ അളക്കുകയാണ്. 1000 മുഴം അളന്നപ്പോൾ മൊട്ടളവ്, വീണ്ടും 1000 മുഴം അളക്കുവാണ് ഇടുപ്പളവ്, വീണ്ടും 1000 മുഴം അളന്നപ്പോഴാണ് നീന്താൻ പറ്റാത്ത തരത്തിൽ അവിടുത്തെ ആത്മാവ് വർഷിക്കുന്ന. നമ്മൾ അങ്ങനത്തെ നമ്മുടെ മേൽ ആവസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് വളരെ ആവശ്യമാണ്. അപ്പം നമ്മൾ അവനോടൊപ്പം ദൈവം മഹത്വപ്പെട്ടുവെങ്കിൽ, ദൈവം റിസറക്ഷൻ ആയെങ്കിൽ നമ്മളും അവനോടുകൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കേണ്ട വ്യക്തികളാണ്. നമ്മുടെ ആത്മാവ് അത്രയ്ക്ക് വിലയുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ലോകം മുഴുവൻ നമ്മൾ നേടിയാലും ദൈവം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഏതൊരു പ്രയോജനവും ഒരു വ്യക്തിക്ക് ഇല്ല. ഇപ്പം നമ്മളുടെ അടുത്ത് ഒന്നുമില്ലെങ്കിലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എല്ലാം നമ്മൾക്ക് വീണ്ടും എടുക്കാൻ പറ്റും. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ദൈവത്തിന്റെ ശക്തിയാൽ കഴിയും. കാരണം നമ്മളുടെ അടുത്ത് പവർ ഇരിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി തന്നെ അങ്ങനെയുള്ളതാണ്. എല്ലാവിധ അവനമാതിരത്തെ പവറിലാണ് ദൈവം. നമ്മൾ ഉൽപ്പത്തി ബുക്ക് എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾക്ക് അറിയാമല്ലോ, അവനമാതിരി, അതായത് എൻ്റെ രൂപത്തിൽ അവരെ മനുഷ്യരെ സൃഷ്ടിച്ചെന്ന്. ദൈവത്തിന്റെ രൂപത്തിൽ മറ്റേ ഗരുവുകളോ ദൂതന്മാരോ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ മനുഷ്യര് മാത്രമാണ്. അപ്പൊ ആ മനുഷ്യന് അവന്റെ ആത്മാവിനെയാണ് ഊതിയത്.
ദൈവത്തിന്റെ ജീവന് അവൻ ഊതി, അവന്റെ ആത്മാവിനെ ഊതുമ്പോൾ, പകർന്നപ്പോൾ ദൈവത്തിന്റെ പവർ തന്നെ നമ്മളെടുത്ത് വന്നിരിക്കുന്നു. പക്ഷെ നമ്മൾക്കിതൊന്നും അറിയില്ല. നമ്മളറിയാതെ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. 1 ജോൺ 1:7 പറയുവാണ്, കുഞ്ഞാടിന്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ രക്തത്താൽ രക്ഷിച്ചതിന് ശേഷം കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 5:26 പറയുകയാണ്, വചനത്താലും ജലത്താലും നാം ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവവും നമ്മുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെള്ളത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ജലം എന്നത് പരിശുദ്ധാത്മാവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ജലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുകയാണ്. തീത്തു 3:4 കുറിച്ചാണല്ലോ നമ്മൾ ആ വചനമാണല്ലോ പറഞ്ഞത്. അപ്പം ഈ തീത്തു 3:4 പറയുന്നത് തന്നെ ദയ, സ്നേഹം, നീതി, യേശുവിന്റെ കരുണ, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ആ കരുണയാണ്. മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കുമ്പോഴും, നമ്മളെ അപമാനപ്പെടുത്തുമ്പോഴും, നമ്മളെ നിന്ദിക്കുമ്പോഴും നമ്മൾ സൈലന്റ് ആയിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത്, കർത്താവെ അവരറിയാതെ പറയുന്നു, അവരോട് ക്ഷമിക്കണം. യേശുവിനെ ക്രൂശിച്ചപ്പോഴും, കാറിത്തുപ്പിയപ്പോഴും, നിന്ദിച്ചപ്പോഴും എല്ലാം യേശു എന്താ ചെയ്തത്? കർത്താവ് ഇവർക്ക് അറിയാതെ ചെയ്യുന്നു, അവരോട് ക്ഷമിക്കണമെന്ന്. ദൈവത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് നമ്മൾ ഹോളി സ്പിരിറ്റിന് വേണ്ടി ഹോളി സ്പിരിറ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഇവിടെ ഇത്രയും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു കുട്ടി പാട്ട്, ഒരു 4 വരി പാട്ട് പാടിയിട്ട് പ്രാർത്ഥിക്കാം. പനിനീർ പുഷ്പം ശാരോനിലവൻ, താമരയുമേ താഴ്വരയിൽ, വിശുദ്ധരിലതി വിശുദ്ധനവൻ, മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനേ, ജീവേ കാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ പാടിടും ഞാൻ, നന്ദിയോടെ പാടിടും ഞാൻ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഈ മരുയാത്രയെ കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന വഴി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും പ്രശ്നങ്ങളും ദരിദ്രവും ഫൈനാൻസ് പ്രോബ്ലവും കർത്താവെ, ഞങ്ങൾ എന്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ നിന്റെ മക്കൾക്ക് ഇരിക്കുന്നു. കർത്താവെ, സൂമിൽ കൂടിയിരിക്കുന്ന മക്കളേക്കും നിന്റെ പരിശുദ്ധ കരങ്ങൾ തരുന്നു. കർത്താവെ, ഇസ്രായേലിന്റെ പരിശുദ്ധനും പരിപാലകനുമേ, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ഇസ്രായേലിനെ കാക്കുന്ന ദൈവമേ, കർത്താവെ, ഈ സഹോദരങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ. അശോക് ബ്രദറിന്റെ എല്ലാ കടഭാരങ്ങളെയും എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റണമേ. കർത്താവെ, വീട്ടിലെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫൈനാൻസ് കാര്യത്തെ നീ ചെയ്യണമേ, പ്രവർത്തിക്കണമേ. കർത്താവെ, കർത്താവരുടെ ദുഃഖത്തിൽ ഈ ആശ്വാസമായി കടന്നു വരണമേ. കർത്താവെ, കർത്താവെ, സാബു ബ്രദറിന്റെ കർത്താവെ കരങ്ങളെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ ഷോപ്പിനെ നീ അനുഗ്രഹിക്കണേ. നിന്റെ സമൃദ്ധിയും അനുഗ്രഹവും ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, അജീഷാജിയെ നിന്റെ കരങ്ങൾ തരുന്ന കർത്താവെ, അജീഷാജിയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അജീഷാജിക്ക് കർത്താവെ, കുടുംബത്തിലെ കർത്താവെ, അവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ. എല്ലാ പ്രതികൂലവും മാറ്റണേ. കൂടുതൽ ദൈവത്തിന്റെ അടുത്ത് എടുക്കുവാനും ജ്ഞാനസ്ഥാനം എടുക്കുവാനും എല്ലാം നീ കൃപ കൊടുക്കണേ. കർത്താവ്, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്റെ മക്കളെ നീ മൂടി മറച്ചുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുഷ്പിത ടീച്ചറെ നിന്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ മഹിമയേറിയ രക്തം, ഹല്ലേലൂയ, സഹോദരിയെ നീ ബലവും ശക്തിയും കൊടുക്കണമേ. കർത്താവെ, ഹൃദയത്തിലെ എല്ലാ വാഞ്ചകളും നിറവേറ്റി കൊടുക്കണേ. ദൈവത്തോട് കൂടുതൽ അടുപ്പാനും നിത്യരക്ഷയ്ക്ക് കർത്താവെ, നിത്യരക്ഷയ്ക്ക് കർത്താവെ വഴിയൊരുക്കുവാനും നീ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷൈനീസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവെ, നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ എക്സാമിൽ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവനെ സമർത്ഥീകരിക്കണമേ. എല്ലാ പ്രതികൂലങ്ങളും മാറ്റണമേ. എല്ലാ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കണമേ. പഠിക്കുവാൻ നീ കൃപ കൊടുക്കണമേ. ജ്ഞാനത്തെ കൊടുക്കണമേ. അണ്ടർസ്റ്റാൻഡിംഗ് പവറെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ